ഫേസ്ബുക്ക് അക്കൗണ്ട് എങ്ങനെ പെർമനൻ്റ് ആയിട്ട് ഡിലീറ്റ് ചെയ്യാമെന്നാണ് ഈ വീഡിയോയിൽ നമ്മൾ നോക്കാൻ പോകുന്നത്. ഞാനിപ്പോൾ ഇവിടെ ഫേസ്ബുക്ക് ആപ്ലിക്കേഷൻ ഓപ്പൺ ചെയ്തിട്ടുണ്ട്. ഇനി ഇതിൽ മുകളിൽ കാണുന്ന 3 ലൈൻ ക്ലിക്ക് ചെയ്യാം. ഇപ്പോൾ ഇവിടെ പ്രൊഫൈൽ മെനുവിലേക്ക് വന്നിട്ടുണ്ട്. അപ്പോൾ നമുക്ക് മുകളിൽ കാണുന്ന സെറ്റിംഗ്സ് ഐക്കൺ ക്ലിക്ക് ചെയ്യാം. അടുത്ത പേജിൽ നമുക്ക് ഫസ്റ്റ് അക്കൗണ്ട് സെൻറ്റർ എന്നൊരു ഓപ്ഷൻ കാണാം. ഇതിന് താഴെയായിട്ട് സീ മോർ ഇൻ അക്കൗണ്ട് സെൻറ്റർ എന്ന ഓപ്ഷൻ കാണാം. ഇത് സെലക്ട് ചെയ്യാം. ഇപ്പോൾ ഇവിടെ അക്കൗണ്ട് സെൻറ്റർ എന്ന പേജിലേക്ക് വന്നിട്ടുണ്ട്. അപ്പോൾ ഇതിൽ നമുക്ക് താഴെയായിട്ട് പേഴ്സണൽ ഡീറ്റെയിൽസ് എന്ന ഓപ്ഷൻ കാണാം. ഈ പേഴ്സണൽ ഡീറ്റെയിൽസ് എന്ന ഓപ്ഷൻ സെലക്ട് ചെയ്യാം. ഇവിടെ ഇപ്പോൾ നമ്മുടെ പേഴ്സണൽ ഡീറ്റെയിൽസ് എല്ലാം കാണാൻ സാധിക്കും. അപ്പോൾ ഇതിന് താഴെയായിട്ട് അക്കൗണ്ട് ഓണർഷിപ്പ് ആൻഡ് കൺട്രോൾ എന്നൊരു ഓപ്ഷൻ കാണാം. ഇത് സെലക്ട് ചെയ്യാം. ഓക്കെ, ഇതിലിപ്പോൾ 2 ഓപ്ഷൻസ് കാണാം. ഇതിൽ താഴെയായിട്ട് കാണുന്ന ഡീആക്ടിവേഷൻ ഓർ ഡിലീറ്റേഷൻ എന്നത് സെലക്ട് ചെയ്യാം. ഇപ്പോൾ നമ്മൾ ഉപയോഗിച്ചുകൊണ്ടിരിക്കുന്ന നമ്മുടെ ഫേസ്ബുക്ക് അക്കൗണ്ട് ഇവിടെ കാണിക്കും. അത് സെലക്ട് ചെയ്ത് കൊടുക്കാം. ഇവിടെ 2 ഓപ്ഷനാണുള്ളത്, ഡീആക്ടിവേറ്റ് അക്കൗണ്ട്, ഡിലീറ്റ് അക്കൗണ്ട്. ഇതിൽ ഡിലീറ്റ് അക്കൗണ്ട് എന്നുള്ളത് സെലക്ട് ചെയ്ത് കൊടുത്തതിന് ശേഷം കണ്ടിന്യൂ കൊടുക്കാം. ഇപ്പോൾ ഇവിടെ കുറച്ച് ഓപ്ഷൻസ് കാണാൻ സാധിക്കും. അതായത് എന്തുകൊണ്ടാണ് നമ്മൾ ഫേസ്ബുക്ക് ഡിലീറ്റ് ചെയ്യുന്നത് എന്നുള്ളതിനുള്ള കാരണങ്ങളാണ് ഇവിടെ കൊടുത്തിരിക്കുന്നത്. അപ്പോൾ ഇതിലേതെങ്കിലും നമുക്ക് സെലക്ട് ചെയ്ത് കൊടുത്തതിന് ശേഷം കണ്ടിന്യൂ ക്ലിക്ക് ചെയ്യാം. അപ്പോൾ അടുത്ത പേജിൽ ഇവിടെ നമ്മൾ കൊടുത്ത റീസണിൻ്റെ ഒരു പരിഹാരമൊക്കെയാണ് ഇവിടെ കൊടുത്തിട്ടുള്ളത്. അപ്പോൾ നമുക്ക് ഇവിടെയും കണ്ടിന്യൂ കൊടുക്കാം. ഇപ്പോൾ ഇവിടെ അടുത്ത പേജിൽ നമുക്ക് എന്തെങ്കിലും ഇൻഫോർമേഷൻ ഒക്കെ ഡൗൺലോഡ് ചെയ്യണമെങ്കിൽ, നമുക്ക് സേവ് ചെയ്യണമെങ്കിൽ ഇവിടെ എന്നത് സേവ് ചെയ്യാം. അതല്ലെങ്കിൽ നമുക്ക് കണ്ടിന്യൂ കൊടുത്ത് മുന്നോട്ട് പോകാം. ഓക്കെ, അതിനുശേഷം നമ്മുടെ പാസ്വേഡ് ഇവിടെ ടൈപ്പ് ചെയ്തതിന് ശേഷം വീണ്ടും കണ്ടിന്യൂ ക്ലിക്ക് ചെയ്യാം. ഇപ്പോൾ അടുത്ത പേജിൽ ഇവിടെ പെർമനൻ്റ് ആയിട്ട് ഡിലീറ്റ് ചെയ്യുന്നതിനെ പറ്റിയുള്ള കാര്യങ്ങളാണ് ഇവിടെ പറയുന്നത്. അതായത് 30 ദിവസം കഴിഞ്ഞാണ് നമ്മുടെ ഇത് പൂർണ്ണമായിട്ട് ഡിലീറ്റ് ആകുന്നത്. അപ്പോൾ അതിന് മുമ്പ് വേണമെങ്കിൽ നമുക്ക് തിരിച്ചു വരാം. ഡിലീറ്റ് അക്കൗണ്ട് എന്നുള്ളത് കൊടുത്ത് നമുക്ക് കൺഫേം ചെയ്യാം. ഇപ്പോൾ ഇവിടെ സക്സസ്ഫുൾ ആയിട്ട് ഫേസ്ബുക്ക് ഡിലീറ്റ് ആയിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് ഈ വീഡിയോ യൂസ്ഫുൾ ആയിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക.